ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഉള്ളത് 2024 മോഡൽ ഡ്യൂക്ക് 250 ആണ്. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 249cc എഞ്ചിനും 249cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനും പിന്നെ 30 ഹോഴ്സ് പവറും 25 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എൻ്റെ 390 വെച്ച് നോക്കുകയാണെങ്കിൽ 390യും കാട്ടി നല്ല ലോ ആൻഡ് ടോർക്ക് എന്ന് വെച്ചാൽ അഞ്ചാമത്തെ കിലൊക്കെ 33 ചുമ്മാ പോകുന്നുണ്ട്, ഒരു നോക്കിങ് ഒന്നുമില്ലാതെ. പിന്നെ നല്ല രീതിയിൽ എൻജിൻ ട്യൂണിങ് ചെയ്തിട്ടുണ്ട്. AC4C എൻജിൻ വന്നപ്പോൾ നല്ല രീതിയിൽ അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ വൈബ്രേഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുവിധം ഓട്ടോക്കാരൻ വിഷയം കേട്ടോ. ഒരുവിധം ഹയർ ആർ പി എമ്മിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഈ ഒരു ഭാഗത്തായിട്ട് ഹാൻഡിൽ ബാറിലും പിന്നെ ടാങ്കിൻ്റെ ഭാഗത്തുനിന്നും ഫുഡ് റെസ്റ്റ് അത്രയ്ക്കില്ല, പക്ഷേ ടാങ്കിൻ്റെ ഈ കാല് വയ്ക്കുന്നിടത്തായിട്ട് ചെറുതായിട്ടുണ്ട്, അല്ലാതെ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ സീറ്റിംഗ് കംഫോർട്ടിന് ഇതിനെ കുറിച്ചൊക്കെ സീറ്റിംഗ് കംഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോക്കാരന്മാർ ഭയങ്കര വിഷയമാണ് കേട്ടോ. കയറി പോയിട്ടില്ല, എന്നാലും കൊണ്ട് കയറ്റും. ഈ വണ്ടിയുടെ വേറൊരു ഫീച്ചറാണ് തേർഡ് ഗിയറിൽ പോവാൻ. എനിക്ക് സെക്കൻഡ് ആക്കണം എന്ന് വിചാരിച്ചു. ഞാൻ സെക്കൻഡ് ആക്കുന്നതിന് തരിയ ന്യൂട്രലോട്ട് എനിക്ക് വന്നത്. ഈ വണ്ടിയുടെ ഫീച്ചറാണോ അതോ വണ്ടിയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ വണ്ടിയിൽ ഞാൻ കണ്ട വേറൊരു പ്രശ്നം, ഇപ്പോൾ ഓട്ടോയുടെ സൗണ്ടായിരിക്കും കൂടുതൽ. എൻ്റെ വോയിസിനെ കംപ്രസ് ചെയ്തിട്ട് ഓട്ടോയുടെ എക്സോസ് നോട്ട് ആയിരിക്കും കേൾപ്പിച്ചത്, മൊത്തം മൈക്ക് ക്യാപ്ചർ ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങളെ പറയാം. അപ്പോൾ ഈ വണ്ടിയുടെ പ്രശ്നം ഒരെണ്ണം ഞാൻ കണ്ടത് പറയാം. അതായത് ഈ വണ്ടിയുടെ എല്ലാം മിക്ക 250 വേരിയൻസിനും ഉണ്ട്. എന്തുവെന്ന് വെച്ചാൽ ഈ വണ്ടി സ്റ്റാർട്ടാക്കിയെന്ന് വെച്ചോ, ചില സമയത്ത് ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓഫായി പോകും. അതായത് സൈഡ് സ്റ്റാൻഡ് സെൻസറിന് എന്തോ പ്രശ്നമുണ്ട്. അത് വരാതെ എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റാൻഡ് എടുത്തിട്ട് ഫസ്റ്റ് ഇട്ട് എടുത്തുകൊണ്ട് പോകണം, എന്നാലേ ആ സെൻസറിൻ്റെ ഇഷ്യൂ വരാതിരിക്കത്തുള്ളൂ. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. 200ൻ്റെ അത്ര അഗ്രസീവ്നെസ്സും ഇല്ല, 390 അത്രയും ടോപ്പ് എൻഡ് ഇല്ലെങ്കിലും വണ്ടി ഒരാവശ്യം നമ്മളിപ്പോൾ ഒരു വണ്ടി ഓവർടേക്കണമെന്ന് വെച്ചോ, കൈ കൊടുത്ത് അത് കിടിലുമായിട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരു പവറിന് ഡിലേ ഒന്നുമില്ല. പിന്നെ നമുക്ക് അഥവാ പയ്യെ പോകണമെന്ന് വെച്ചാൽ ഇതൊക്കെ അൺവാണ്ടഡ് ഷിഫ്റ്റിംഗ് ഉപേക്ഷിച്ച് നമുക്ക് 4ാമത്തെ 5ാമത്തെ ഇട്ട് പയ്യെ നമുക്ക് പോകാനും പറ്റുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ വണ്ടിയിൽ KTM ചെയ്തേക്കുന്ന എൻജിൻ ട്യൂണിങ്ങിൽ. പിന്നെ ഇതിപ്പം 2024 മോഡലാണ്. ഇപ്പം പുതിയൊരു വെർഷൻ ഇതിൻ്റെ വന്നു. അതിന് വന്ന പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുതിയ 390 അതേ ഹെഡ്ലൈറ്റ്, DRL വരുന്ന അതേ ഹെഡ്ലൈറ്റും പിന്നെ TFT ഡിസ്പ്ലേ ആണ് പുതിയ വേരിയൻ്റ് വന്നിട്ടുള്ള വ്യത്യാസം. അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല, ആകാതെ ഉള്ളൂ പുതിയ അപ്ഡേഷൻ. പക്ഷേ നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോൾ LCD ഡിസ്പ്ലേ ആണെങ്കിലും ഇതിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. നല്ല ലോൺ ടോർക്കുണ്ട് കേട്ടോ. ഹാഫ് ക്ലച്ചിനൊക്കെ കിടിലുമായിട്ട് വണ്ടി കയ്യിൽ. ഇപ്പോൾ ഒന്ന് സ്പീഡ് എടുക്കണമെന്നുണ്ട്, പക്ഷേ ഇത് സ്കൂൾ റൂട്ടാണ്. സ്പീഡ് എടുത്ത് വല്ല പിള്ളേർ വിടുന്ന സമയത്ത് വല്ല എടുത്ത് ചാടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ കംഫോർട്ടിനെയും സീറ്റിംഗ് എർഗണോമിക്സിനെയും കുറിച്ച് പറയാം. വണ്ടിയുടെ സീറ്റ് ഇത്തിരി ചെറുതാണ് കേട്ടോ. എനിക്ക് ഇത്തിരി നല്ലോണം ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ റൈഡിങ് പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തിരി ഫ്രണ്ടിലോട്ട് ഇരിക്കുകയാണെങ്കിലും യാതൊരു വിധ ബാക്ക് പെയിനോ കയ്യിലോ ഒന്നും വേദനയൊന്നുമില്ല, നല്ല കംഫർട്ടുണ്ട്. പിന്നെ കുയിലൊക്കെ വരുന്ന നല്ല രീതിയിൽ സസ്പെൻഷൻ താങ്ങിയെടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമുക്കൊരു ക്ലീൻ റോഡ് കിട്ടുമായിരുന്നെങ്കിൽ ഇതിൻ്റെ പവർ ഡെലിവറി ഒന്ന് കാണിക്കുമായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അല്ലത് തേർഡ് ഗിയറി ഹാൻഡ് ഫ്രീ ആണ്. 25 ചുമ്മാതെ പോയത്. 25 ഇപ്പം 30 കണ്ടു. 24 നോക്കിങ് ഒന്നുമില്ല. നല്ല സിമ്പിളായിട്ട് വണ്ടി കൂളാണ് കേട്ടോ. അപ്പോൾ കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഹീറ്റിങ്ങിനെ കുറിച്ച് പറയാം. ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലിലൊക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് എത്തുമ്പോഴേ ഉള്ളൂ ചൂടറിയുന്നത്, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുവിധം നല്ല ദേഹത്തൊന്നും അടിക്കാതെ ഹീറ്റ് എഞ്ചിനിൽ നിന്ന് ഡിസ്പെൻസായി പോകുന്നുണ്ട്. അത് തന്നെ ഡിസ്പെൻസാണോ അതോ ഡിസ്പേഴ്സോ? വെതറി പോകുന്നുണ്ട്. കറക്റ്റ് വാക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല, അത് ഞാൻ കറക്റ്റ് കൊടുത്തേക്കാം. പിന്നെ വണ്ടിയുടെ വൈബ്രേഷൻസൊക്കെ പറയുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ടാങ്കിലൊക്കെ ഉണ്ട് ഒരു വൈബ്രേഷൻ. ആൾക്കാർ ടാങ്കിലും ഹാൻഡിൽ ബാറിലും പിന്നെ ചെറുതായിട്ട് ഫുഡ് റെസ്റ്റിലും, അല്ലാതെ വലിയ വൈബ്രേഷൻ ഇല്ല. അതൊരു RPM കയറി കഴിയുമ്പോൾ സ്മൂത്ത് ഔട്ടായി പോകുന്നതുകൊണ്ട്. പിന്നെ
വേറെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ പഴയ 250 വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ക്വിക്ക് ഷിഫ്റ്റർ ലോവർ RPM ഇടുമ്പോൾ ഇത്തിരി പ്രശ്നമുണ്ട്, അല്ലാതെ ഹയർ RPM പോകുമ്പോൾ കുഴപ്പമില്ല, നല്ല സ്മൂത്ത് ഔട്ടായിട്ട് വീഴുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് ചെറിയ മിസ്സിങ് എന്തോ ജെർക്കിങ് പോലെ എനിക്ക് വന്നായിരുന്നു. അത് ചിലപ്പോൾ ഞാൻ ഇട്ടേൻ്റെ പ്രശ്നം വല്ലതും ആയിരിക്കും, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ നിന്ന് ഇടതെടുത്ത് പോകാം. ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് മൊത്തം ഇതിലാണ് ഇന്ന് ഓടിച്ചത്. അപ്പോൾ അറൗണ്ട് ഒരു 40-50 കിലോമീറ്റർ കൂടുതൽ ഞാൻ ഇതിപ്പോൾ ഓടിച്ചു കേട്ടോ, സിറ്റിയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം, പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഓടിച്ചായിരുന്നു വണ്ടി, അതുകൊണ്ട് എനിക്ക് അറിയാം വണ്ടി കുറച്ച് ഒരുവിധം എല്ലാം. പക്ഷേ ഇന്നിത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഇത്ര നേരം ഓടിച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുവാണ്. സത്യം പറഞ്ഞാൽ നല്ല വണ്ടി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുവിധം പവറും ഉണ്ട്, ഒരുവിധം ലോ ആൻഡ് ടോർക്കും ഉണ്ട്, ലുക്കുണ്ട്, മൈലേജിനെ കുറിച്ച് പറയാൻ പറ്റും. സിറ്റിയിൽ ഇത് എനിക്ക് ഇന്ന് 33 തന്നു, ബമ്പർ ടു ബമ്പർ ട്രാഫിക്സിലും, അയ്യോ എല്ലാ രീതിയിലുള്ള ട്രാഫിക്സിലും. അതായത് നല്ല ജാമ്പിൽ പോയി കിടന്നിട്ടും ഒരുവിധം നല്ല മൈലേജ് തന്നു. 33 ഒരുവിധം KTM നല്ല രീതി ഇതാണ് കേട്ടോ. മാനുവായിട്ട് ഓടിച്ചാൽ ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടും. കുഴി വീണപ്പോൾ അത്ര അടഞ്ഞില്ല കേട്ടോ, നല്ല സ്മൂത്തായിട്ട് ടേക്കൺ ചെയ്തു. പിന്നെ ഹൈവേയിലെ മൈലേജിന് ഒരു 38+ പ്രതീക്ഷിക്കാം. ഒരുവിധം മാനുവായിട്ട് ഓടിക്കുകയാണെങ്കിൽ വണ്ടി സത്യം പറഞ്ഞാൽ നല്ല മൈലേജ് വരും. പിന്നെ ഈ ഒരു പുതിയ വണ്ടി എടുത്ത് വരുമ്പോൾ അതിൽ ഫസ്റ്റ് 1000 കിലോമീറ്റർ ആണല്ലോ മിക്കവരും എഞ്ചിനോട് സെറ്റാൻ വേണ്ടി ടൈം കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത്രയും കൂടെ ഒരു 10,000-4000 കിലോമീറ്ററും 5000 ഒരുവിധം വണ്ടിയും പയ്യെ ഓടിച്ച് എഞ്ചിൻ സെറ്റായി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. ഞാനത് പറയാൻ കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. എൻ്റെ കയ്യിലിരിക്കുന്ന 2024 മോഡൽ അഡ്വഞ്ചർ X ആണ്. ആ വണ്ടി ഇപ്പം 10,600 കിലോമീറ്റർ ഓടി. അപ്പോൾ അതിലെനിക്ക് നല്ല മൈലേജും നല്ല ഒരുവിധം എന്താ പറയുക ഹൈവേ മൈലേജും സിറ്റി മൈലേജും എല്ലാം തരുന്നുണ്ട്. 373cc ആണ്. എനിക്ക് സിറ്റിയിൽ അത് 31 തരുന്നത്. ബമ്പർ ടു ബമ്പർ എത്തുമ്പോൾ 29 പറയും, പക്ഷേ ഒരുവിധം ട്രാഫിക്കിലേക്ക് എനിക്ക് 30-31 തരുന്നുണ്ട്. നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഞാൻ ഇവിടെ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഒരുവിധം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഹൈവേയിൽ അത് 37-38 കോൺസ്റ്റൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പഴനി പോയപ്പോഴും അങ്ങനെയൊക്കെ നല്ല മൈലേജിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളൊരു ഫസ്റ്റ് ഒരു 5000 വരെ അതായത് ഒരുപാട് RPM കയറ്റാതെ റെഡ് ലൈനൊന്നും ചെയ്യാതെ ഒരുവിധം നല്ല നൈസായിട്ട് ഓടിച്ചാൽ വണ്ടി കിടിലുമായിട്ട് എഞ്ചിൻ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നൈസാണ് ഓടിക്കാൻ വേണ്ടി. ഇപ്പം ഇതിൻ്റെ കേസിൽ എല്ലാ വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണല്ലോ. പിന്നെ വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് നല്ല കിടിലം ബൈറ്റ് കേട്ടോ, ബാക്ക് പൊങ്ങുന്ന പോലെ നമുക്ക് തോന്നിയത്. ഞാൻ ഇടയ്ക്ക് വെച്ച് നല്ല ഹാർഡ് ബ്രേക്കിംഗ് കൊടുത്തായിരുന്നു. അപ്പോൾ നല്ല കിടിലുമായിട്ട് വണ്ടി ബാക്ക് നിന്നു. പിന്നെ ബാക്ക് ബ്രേക്കിനെ കുറിച്ച് പറയാൻ, റിയർ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുവിധം വണ്ടി സ്ലോ ആക്കാൻ എന്ത് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റേ എൻ്റെ അഡ്വഞ്ചറിനെ കാട്ടി പക്ഷേ കൊള്ളാം. എൻ്റെ അഡ്വഞ്ചർ ആണെങ്കിൽ അത് ഭയങ്കര പാടാണ് സ്ലോ ആവാൻ. പക്ഷേ അതിനെക്കാട്ടി നല്ല രീതിയിൽ ഇത് സ്ലോ ആക്കുന്നുണ്ട് വണ്ടിയെ. അത് നല്ലൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു ക്ലീൻ റോഡ് ഇതുവരെ എനിക്ക് കിട്ടിയില്ല. കിട്ടുകയായിരുന്നെങ്കിൽ ഇത് എങ്ങനെയാണ് പവർ ഡെലിവറി എന്നുള്ളതൊന്ന് കാണിക്കായിരുന്നു. ബസ്സുകാരെ നിങ്ങൾ നിർത്തുക, ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ അങ്ങ് തോന്നിയ കണക്കങ്ങ് ഒതുക്കി എടുത്തുകൊണ്ട് പോകും. പിന്നെ വണ്ടിയുടെ ഗിയറിങ് കേട്ടോ, ഇതിന് നല്ല കിടിലം ബട്ടർ സ്മൂത്ത് ഗിയറിങ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനൊരു പ്രത്യേക ഫീച്ചറുണ്ട്. അത് ഞാൻ രാവിലെ ഓടിച്ചപ്പോൾ റെക്കോർഡ് ചെയ്യാൻ, അത് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ കേട്ടാം. അതായത് മൂന്നാം തീയതി ഞാൻ സെക്കൻഡ് ഇടാൻ പോയതാണ്. എനിക്ക് സെക്കൻഡ് ഇടുന്നവരെ നേരെ ന്യൂട്രലോട്ടാണ് വീണം. അത് ഇതിൻ്റെ ഫീച്ചറാണോ അതോ ഇതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പം ഞാൻ ബാക്ക് ബ്രേക്ക് പിടിച്ച കേട്ടോ, ഒരുവിധം നല്ലോണം നിന്ന്. ഫ്രണ്ട് ഞാൻ കൊടുത്തില്ല. ഇപ്പം ചെറുതായിട്ടൊന്ന് ഇല്ല, ചെറുതായിട്ട് കിട്ടി. പവറൊന്ന് നോക്കാം. കണ്ടോ, കിടിലമായിട്ടാണ് പവർ ഡെലിവറി ചെയ്യുന്നത്. ഇത് ഏറ്റവും രസം ട്രാഫിക്കിൽ ഓടിക്കാൻ കേട്ടോ. കുത്തിക്ക് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ വണ്ടിയുടെ മിറേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇത്തിരി ഹാർഡ്നെസ് ഉണ്ട് കേട്ടോ. ഇതിപ്പം ഒറ്റ പൊസിഷനിൽ വെച്ച് ഹാർഡായി പോയതാണ്. പക്ഷേ വിസിബിലിറ്റി ഒരു കുഴപ്പമില്ല കേട്ടോ.
എല്ലാം ഒരുവിധം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇറങ്ങിക്കോ റിയർ റൈഡർ കംഫോർട്ട് ഇത്തിരി കുറവാണ് കേട്ടോ. അതെനിക്ക് ഞാൻ ബാക്കിൽ ഇരുന്ന് കുറച്ചേരം ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ബാക്ക് എൻ്റെ നടുവ് നല്ല വേദന എടുത്തു തുടങ്ങി. അതായത് അത്ര കംഫോർട്ട് തരുന്നില്ല. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടു കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ്. വണ്ടി ഞാൻ കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് ഓടിക്കുന്നത്. ഇതിൻ്റെ പുതിയ വെർഷൻ വന്നു. പുതിയ വെർഷന് വലിയ വ്യത്യാസം ഇല്ല. ആകെ TFT ഡിസ്പ്ലേയും DRLും വരുന്നുള്ളൂ. അതായത് പുതിയ 390യുടെ ഹെഡ്ലൈറ്റ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ 2024 KTM ഡ്യൂക്ക് 250യുടെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.